ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. ചെറിയ മക്കളിൽ നര കണ്ടുവരുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നര ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് മാറാനും അതുപോലെ അലർജി കാര്യങ്ങളൊക്കെ വരാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാടതാളിയാണ് കേട്ടോ. അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ മരങ്ങളിൽ വള്ളിയായി പടർന്നു കയറുന്ന ഒരു ഔഷധ മൂല്യമുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ പാടവള്ളി. ഇതിൻ്റെ ഇലയായാലും അതുപോലെ തന്നെ വേരായാലും കിഴങ്ങായാലും വള്ളിയായാലും ഒക്കെ ഔഷധ മരുന്നുകളിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല പുരാതന കാലം മുതൽ പൂർവികർ ഇത് ഉപയോഗിച്ച് വരുന്ന ഒന്ന് തന്നെയാണ്. നവജാത ശിശുക്കൾക്ക് വരെ ഇത് ഉപയോഗിച്ച് വരാറുണ്ട്. ഇതിൻ്റെ ഇല ഇതുപോലെ ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ. മുന്തിരി പോലെ തൂങ്ങിക്കിടക്കുന്ന കായ്കളും ഇതിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് മുടിയുടെ സംരക്ഷണത്തിന് മാത്രമല്ല, കണ്ണിൻ്റെ രോഗങ്ങൾ അതുപോലെ തന്നെ ഗർഭാശയ പ്രശ്നങ്ങൾ, വൃക്കരോഗങ്ങൾ, അതുപോലെ മലബന്ധ പ്രശ്നങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അത്ഭുത മരുന്ന് തന്നെയാണെന്ന് പറയാം. മാത്രമല്ല വിഷചികിത്സയ്ക്കും ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ പാടവള്ളി കുറച്ച് എടുത്തതിന് ശേഷം അതിൽ നിന്നും ഇല മാത്രമായിട്ടൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് ഞാൻ പറിച്ചു വെച്ചിട്ട് ഏകദേശം 2 ദിവസമായിട്ടുണ്ട്. അതാണ്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഇല മാത്രം ഒന്ന് പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി മിക്സി ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അധികം ആരും ഈ താളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ അധികം യൂസ് ചെയ്ത് വരുന്നത് ചെമ്പരത്തി താളി, കുറുന്തോട്ടി താളി. കൃഷിമാരൊക്കെ വീട്ടിലുള്ളവരൊന്ന് ചോദിച്ചു നോക്കിയാൽ ഈ താളിയെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇലകൾ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ മണ്ണും ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാകും. അത് വൃത്തിയാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇല മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കല്ലിലാണിത് അരച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇലയും വേരും വള്ളിയും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. മിക്സി ജാറിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇല മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. എന്നിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കരുത്. കുറച്ച് അതിൻ്റെ തെളി മാത്രമായിട്ട് എടുത്ത് അരച്ചെടുത്താൽ മതിയാവും. ഇത് നമ്മൾ കുറച്ച് സമയം ഇതുപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു ജെല്ലി ടൈപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രൂപത്തിലും തലയിൽ അപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം പണ്ടുകാലം മുതൽ തന്നെ ജപ്പാനിലുള്ളവരൊക്കെ മുടി കഴുകാനായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. മുടി കൊഴിച്ചിൽ മാറ്റാനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടുകൂടി വളരാനും താരൻ പോവാനും നല്ലൊരു കണ്ടീഷണറായിട്ട് ഈ കഞ്ഞിവെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കഞ്ഞിവെള്ളത്തിൽ ധാരാളമായിട്ട് പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതുപോലെ താളി ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഞ്ഞിവെള്ളവും താളിയും നല്ല തണുപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കട്ടൻ ചായയുടെ സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു താളി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തലയിൽ തേച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ കഴുകുന്ന സമയത്ത് സോപ്പോ ഷാമ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും. അതുമൂലം നമുക്ക് മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി ഉള്ളോട് കൂടി വളരാനും നല്ല കറുപ്പായിട്ട് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ താഴോട്ട് പോകരുത്, ആ രീതിയിലാണ് കേട്ടോ. ഇത് കുറച്ച് സമയം നമ്മൾ തലയിൽ വെച്ചിരിക്കുമ്പോൾ സമയത്ത് തന്നെ പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും. എന്നിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പം നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പു നല്ലൊരു കണ്ടീഷണറും കൂടെ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു താളി വെച്ചിട്ട് എങ്ങനെ ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സൊല്യൂഷനാണ് ഫസ്റ്റായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ചായപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് തിളച്ചതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമ്പൂ അല്ലെങ്കിൽ
കരിഞ്ജീരകമൊക്കെ ഈ സമയത്ത് യൂസ് ചെയ്യാം. ഞാനൊന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. ഈ ചായപ്പൊടി സൊല്യൂഷൻ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മുടിയുടെ സ്വാഭാവികമായ കറുപ്പ് നിറം നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട കറുപ്പ് നിറം വീണ്ടെടുക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വെള്ളം തന്നെയാണ് നമ്മുടെ ഈ തേയില വെള്ളം. ഇതിട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളത്തിൽ തല കഴുകിയാൽ നിരവധി ഗുണങ്ങളാണ് കേട്ടോ. ഒപ്പം നമ്മളുടെ നര മാറാനും മുടി നല്ല കറുപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മളുടെ തേയില വെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ചീനച്ചട്ടി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോഴേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള ഫെറിക് ഓക്സൈഡ് നമ്മളുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകുന്നത് മുടി നല്ല സ്ട്രോങ് ആയി വളരാനും സഹായിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഹെന്ന പൗഡർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ അരച്ച് വെച്ചത് ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള നെല്ലിക്കാപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മളിത് പാക്കറ്റിൽ നിന്നും എടുത്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോഴതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന താളിയില്ല അതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം കൂടെ ആണെന്ന് പറയാം. മുടിക്ക് നല്ല ഉള്ളാനും നല്ല കറുപ്പായിട്ട് കിട്ടാനും നല്ല ബലം കിട്ടാനും നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേയില വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പാടതാളി കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നരയുള്ള മുടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് അധികം നരയുള്ള മുടിയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തുക. കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു ഓവർനൈറ്റ് അടച്ച് വെക്കാം. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എണ്ണ പൗഡർ ആയാലും നെല്ലിക്കാപ്പൊടി ആയാലും നമ്മൾ ഇതുപോലെ ഒരു ദിവസം വെക്കുന്ന സമയത്താണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മളുണ്ടാക്കി അപ്പം തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ 2 മണിക്കൂറിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ബ്ലാക്കായി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഓവർനൈറ്റ് അടച്ച് വെക്കുന്ന സമയത്താണ് ഫുള്ളായിട്ട് നമുക്ക് നല്ല ബ്ലാക്കായിട്ട് വരുന്നത്. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഓവർനൈറ്റ് അടച്ച് വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാനിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. നന്നായിട്ട് നമ്മളുടെ ഇവിടെ കറുപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് നരയുള്ള മുടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ബ്രഷ് ഉപയോഗിച്ച് നമ്മളുടെ ഡൈ നന്നായിട്ട് നരച്ച മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, സോപ്പോ ഷാമ്പോ ഉപയോഗിക്കരുത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള താളിയില്ലേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മളുടെ നരച്ച മുടിയൊക്കെ ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു റിസൾട്ട് തരുന്ന നല്ലൊരു കിടിലൻ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ തന്നെയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടികളിൽ വരെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ഹെയർ ഡൈയും അതുപോലെ തന്നെ താളി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.